ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മളെ കോഴികളിൽ മുട്ട ഉൽപ്പാദനം എങ്ങനെയാണ് കുറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മുട്ടയിടാറായ കോഴികൾ മുട്ടയിടുന്നില്ലെങ്കിൽ അതിന് മെയിൻ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അത് നമ്മളെ പരിപാലനത്തിലുള്ള അശ്രദ്ധ കൊണ്ട് തന്നെയാണ് നമ്മൾ കോഴി മുട്ടയിടാത്തത്. അപ്പോൾ ഞാനൊരു കോഴി വിരിഞ്ഞിറങ്ങിയ പ്രായം മുതൽ മുട്ടയിടുന്ന പ്രായം വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കോഴികൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കും. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു തീറ്റയും കൊടുക്കലില്ല കേട്ടോ. ചിലർ പറയാറുണ്ട് മറ്റേ അരി പൊടിക്കും ഗോതമ്പ് പൊടിച്ചത് കൊടുക്കും, അരി പൊടിച്ചത് കൊടുക്കും എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയാണ്. ഞാനങ്ങനെ രണ്ടാൾ എനിക്ക് വിളിച്ചിട്ട് എൻ്റെ കോഴിക്കുട്ടികളൊക്കെ ചത്തുപോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് അവർക്ക് സക്സസ് ആയിട്ടുള്ള അവർക്ക് എന്നോട് വോയിസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫംഗസ് രോഗങ്ങളും അങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ലാതെ നോക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വിരിഞ്ഞിറങ്ങിയ കോഴികൾക്ക് ഞാൻ കൊടുക്കാറുള്ളത് കുട്ടികൾക്ക് ഞാൻ ഒരാഴ്ച പ്രീ സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ പ്രീ സ്റ്റാർട്ടർ കൊടുക്കും. അത് 1 കിലോനൊക്കെ ഞാൻ പ്രീ സ്റ്റാർട്ടർ കൊണ്ടുവരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാധാ ബ്രോയിലർ സ്റ്റാർട്ടർ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് ഞാൻ 1 മാസം വരെ കൊടുക്കും. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ നമ്മൾ എഴുതി വെക്കുമല്ലോ ഇന്ന ഡേറ്റിൽ വിരിഞ്ഞ് എന്നുള്ളത്. അപ്പോൾ ആ സമയം നോക്കിയിട്ട് ഞാൻ 1 മാസം വരെ ഞാൻ ബ്രോയിലർ സ്റ്റാർട്ടറാണ് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച മുതൽ ഞാൻ ഗ്രോവറാണ് കൊടുക്കുക. ഞാൻ ഈ ഗ്രോവറിനെ പറ്റിയിട്ടും സ്റ്റാർട്ടറിനെ പറ്റിയിട്ടും ഫിനിഷർ അങ്ങനത്തെ എല്ലാത്തിനെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഏതാണ് ഗ്രോവർ, ഏതാണ് സ്റ്റാർട്ടർ, ലെയർ, പെല്ലറ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. അപ്പോൾ 1 മാസം വരെ ഞാൻ സ്റ്റാർട്ടർ കൊടുക്കും. 2ാമത്തെ മാസം മുതൽ ഞാൻ ഗ്രോവറാണ് കൊടുക്കൽ. 2ാമത്തെ മാസം മുതൽ ഞാൻ ഗ്രോവർ കൊടുക്കുമ്പോൾ ഗ്രോവർ ഇങ്ങനെ കൊടുത്ത് ഒരു 45 ദിവസമൊക്കെ ആകുമ്പോൾ ഞാനൊന്ന് വിര ഇളക്കും. 45 ദിവസം ആകുമ്പോൾ ഞാൻ അൽബോമർ കൊടുത്തിട്ട് വിര ഇളക്കിയതിൻ്റെ ശേഷം അൽബോമറോ ആദ്യം ഞാൻ അൽബോമറാണ് ചെറിയ കുട്ടികൾക്ക് വിര ഇളക്കൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മരുന്ന് ഇങ്ങനെ മാറ്റി വിര ഇളക്കാറ്. ആദ്യം ഞാൻ ചെറിയ കുട്ടികൾക്ക് അൽബോമറ കൊടുത്തിട്ട് വിര ഇളക്കുക. 45ൻ്റെ അന്ന് വിര ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ ഗ്രോവറിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അരി മാത്രം, അരിയും കുറച്ച് ഈ സാധാ തീറ്റയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രോവർ കൊടുക്കുന്ന കൂട്ടത്തിൽ കൂടെ കുറേശ്ശെ അരി അതേപോലെ ഗോതമ്പ് ഉണ്ടെന്നതിന് ഗോതമ്പ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ടും ഞാനിങ്ങനെ ഇട്ടിട്ട് ഞാനൊരു 2 മാസം കഴിയണ വരെ ഈ ഗ്രോവറും അരിയും ഗോതമ്പും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഗ്രോവർ നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ 3ാമത്തെ മാസത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ അവരെ ഇതേപോലെ തുറന്ന് വിടുമല്ലോ പുറത്തേക്ക്. ആ സമയത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഗ്രോവറും കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പിന്നെ നമ്മൾ സാധാ ഫുഡ് വേസ്റ്റും അതിൽ കൂടെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കണമെന്ന് വെച്ചാൽ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവരെ സാധാ തീറ്റയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഞാൻ എല്ലാ തീറ്റ ഇങ്ങനെ കൊടുന്ന് നമ്മളുടെ തീറ്റയിലേക്ക് മുട്ടയിടാറാവണ വരെ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ അവർക്ക് ഗ്രോവർ കൊടുക്കുന്നു. ഒരു നേരം ഞാൻ ഗ്രോവർ അവർക്ക് കൊടുക്കും. മുട്ടയിടുന്ന കോഴികൾക്ക് മുട്ടത്തീറ്റ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവർക്കൊക്കെ ഈ കാണുന്ന കോഴികൾക്കൊക്കെ ഞാൻ ഗ്രോവറാണ് കൊടുക്കുക. ഈ പുറത്ത് നിൽക്കുന്ന ഇതിൽ വലുതും ചെറുതും ഉണ്ട്. അത് ഞാൻ എല്ലാ തീറ്റയും കൊണ്ടും ഇപ്പോൾ ഈ തീറ്റ ഞാൻ വെച്ച് കൊടുക്കുന്നത് അതിൽ തവിടുണ്ട്, പിണ്ണാക്കുണ്ട്, അതേപോലെ ഫുഡ് വേസ്റ്റ് ഉണ്ട്, ഫീഡപ്പ് ഈസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാതും കൂടി മിക്സ് ആക്കിയ തീറ്റയാണ് ഇപ്പോൾ ഇവർക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഞാൻ രാവിലെ കൂട്ടിൽ ഉള്ളവർക്ക് ലെയർ പെല്ലറ്റും കൊണ്ട് ഇട്ട് കൊടുക്കും. ഇവരെ ഞാൻ ഇവിടെ പുറത്ത് വിട്ടിട്ട് ഇവർക്കൊക്കെ ഇപ്പോഴും ഗ്രോവറാണ് ഇവർ തിന്നുന്നത്. ഇവർക്ക് 4 മാസം കഴിഞ്ഞു. ഇവരിപ്പോഴും ഗ്രോവറാണ്. ഇവർ മുട്ടയിട്ട് കഴിഞ്ഞാൽ മാത്രമേ മുട്ടത്തീറ്റ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ തീറ്റയിലേക്ക് ഗ്രോവറിൽ നിന്ന് മെല്ലെ നമ്മൾ ഈ തീറ്റയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ 2 മാസം മുതൽ പിന്നെ ഇവരെ ഞാൻ പുറത്തേക്ക് വിട്ടിട്ട് ഗ്രോവറും പിന്നെ ഈ തീറ്റയും കൂടി കൊടുത്തിട്ട് നമ്മളെ കൈത്തീറ്റയിലേക്ക് ഇവരെങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഞാൻ 45 ദിവസം കഴിഞ്ഞ് വിര ഇളക്കിയിട്ട് പിന്നെ ഞാൻ വിര ഇളക്കുക 2 മാസം കഴിഞ്ഞിട്ടാണ് വിര ഇളക്കുക. 3ാം മാസത്തിലേക്ക് 45 ദിവസം കഴിഞ്ഞ് വിര ഇളക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ആഴ്ച ഒന്നും കൂടി വിര ഇളക്കിയിട്ട് പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് വിര ഇളക്കാറ് കേട്ടോ. പിന്നെ വലിയ കോഴികൾക്ക് ഞാൻ 2 മാസം കഴിയുന്തോറും നമ്മൾ വിര ഇളക്കണമെന്നൊക്കെ ഞാൻ എഴുതി വെക്കും. 2 മാസം കഴിയുന്തോറും ഇങ്ങനെ വിര ഇളക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ വീട്ടിലുള്ള അവശിഷ്ടങ്ങളൊക്കെ തിന്ന രീതിയിലേക്ക് അവരെ 3ാം മാസം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ മുട്ട ഇടുന്നത് വരെ നമ്മൾ ഗ്രോവറും പിന്നെ ഈ ഫുഡ് വേസ്റ്റും ഇതേപോലെ പിണ്ണാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തവിടും പിണ്ണാക്കും ഒക്കെ കൊടുത്ത് മുട്ടിട്ട് തുടങ്ങിയാൽ ഇപ്പോൾ ഒരു 100 കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ 5 കോഴികളെങ്കിലും മുട്ടിട്ട് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പിന്നെ
ലെയർ പെല്ലറ്റ് കൊടുക്കണം. ലെയർ പെല്ലറ്റോ ലെയർ മാഷോ നമുക്ക് കൊടുക്കാം. 5 മാസം കഴിഞ്ഞ് 5.5 മാസം ആകുമ്പോഴത്തേന് എന്തായാലും കോഴികൾ, നമ്മളെ നാടൻ കോഴികൾ, ഇനിയിപ്പോൾ 5.5 മാസം അല്ലെങ്കിൽ 6 മാസം കൂട്ടിക്കോ, നിർബന്ധമായിട്ടും മുട്ടിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെയർ പെല്ലറ്റ്, ഒന്നില്ലെങ്കിൽ ലെയർ പെല്ലറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ലെയർ മാഷ് കൊടുക്കുക. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിലർ പറയുമല്ലോ ഞാൻ ഫുഡ് വേസ്റ്റ് മാത്രം കൊടുത്തിട്ടാണ് വളർത്തുന്നതെന്ന്. അങ്ങനെ വളർത്തിയാലൊന്നും ആ കോഴിക്ക് വേണ്ടുന്ന എല്ലാ സമീകൃത ആഹാരം അതിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ലെയർ പാക്കറ്റ് ഫീഡായ നമ്മുടെ ലെയർ പെല്ലറ്റോ ലെയർ മാഷോ നമ്മൾ 30% നമ്മൾ ഒരു കോഴിക്ക് കൊടുത്തിരിക്കണം. അതിനാണ് ഞാൻ രാവിലെ കൊടുക്കുമെന്ന് പറയാൻ കാരണം, ഞാൻ ഈ ലെയർ പെല്ലറ്റും ലെയർ മാഷും മുട്ടിടുന്ന കോഴികളെ ഞാൻ വേറെ കൂട്ടിലാക്കുമ്പോൾ അവർക്ക് ഞാൻ രാവിലെ ഇട്ട് കൊടുക്കുമ്പോൾ രാവിലെ അത് തിന്നൊരു 10 മണി കഴിഞ്ഞിട്ടേ ഞാൻ ഈ തീറ്റ കൊടുക്കുള്ളൂ. അപ്പോഴത്തേനും അവരവിടെ ആ തീറ്റയും തിന്നും, ഇപ്പുറത്ത് ഇവരെ വിട്ടിട്ട് ഇവർ ഗ്രോവറും തിന്നും. അപ്പോൾ ഈ കുട്ടികൾ പോയിട്ട് പെല്ലറ്റ് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കൂട്ടിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 30% നമ്മൾ ലെയർ പെല്ലറ്റോ ലെയർ മാഷോ കോഴികൾക്ക് കൊടുക്കണം. ബാക്കിയുള്ളതാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പിന്നെ ഫുഡ് വേസ്റ്റായിട്ടും പിണ്ണാക്കായിട്ടും വേറെ എന്തൊക്കെ കൈത്തീറ്റകൾ കൊടുക്കുന്നുണ്ടോ അതൊക്കെ കൊടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഈ 30% പിന്നെ സമീകൃത ആഹാരവും ബാക്കി കൈത്തീറ്റയും കൂടി കൊടുത്തിട്ട് ഒരു കോഴിക്ക് 120 ഗ്രാം വരെ എങ്കിലും നമ്മളൊരു കോഴിക്ക് ഒരു ദിവസം കൊടുക്കണം. 120 ഗ്രാം നമ്മൾ ഒരു കോഴിയുടെ ഒരു ദിവസത്തെ തീറ്റ ചിലവ്, അവർ അത്രേ തിന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളത് കൊടുത്തിരിക്കണം. അങ്ങനെ നിങ്ങൾ അതേപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ അവർക്ക് പിന്നെ ഈ തീറ്റ കൊടുക്കുന്നതിന് പുറമെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ധാതുലവണം കൊടുക്കണം. ധാതുലവണങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പച്ചക്കറി, പച്ചിലകൾ, പച്ചക്കറിയുടെ വേസ്റ്റുകൾ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു 30% നമ്മൾ ലെയർ മാഷും ലെയർ പെല്ലറ്റും കൊടുക്കണം. പിന്നെ നമ്മൾ 2 മാസം കൂടുമ്പോൾ ഞാൻ വിര ഇളക്കണ കഥ പറഞ്ഞു. പിന്നെ നിങ്ങൾ ലൈറ്റിൻ്റെ കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. 16 മണിക്കൂറെങ്കിലും നമുക്ക് കോഴികൾക്ക് ലൈറ്റ് കിട്ടണം. നമുക്ക് 12 മണിക്കൂർ സാധാ നമ്മളുടെ വെയിൽ, സൂര്യപ്രകാശം, പുറത്തുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഇത് കിട്ടുമ്പോൾ നമ്മൾ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ കൂട്ടിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണം. ഞാൻ ആ ലൈറ്റ് എപ്പോഴാണ് ഇടാറെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ സുബൈക്ക് നമ്മൾ വന്ന് അടുക്കളയ്ക്ക് വന്നതിൻ്റെ ശേഷം നമ്മൾ കോഴിക്ക് ഈ ലെയർ പെല്ലറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുമല്ലോ, ആ സമയത്ത് ഞാൻ 10 മണി വരെ ഞാൻ ലൈറ്റ് ഇട്ട് വെക്കും. ലൈറ്റ് ഇട്ടിട്ട് വെച്ചിട്ട് ആ ലൈറ്റിലാണ് അവർ തിന്നാറ് കേട്ടോ. അപ്പോൾ നമ്മൾ 16 മണിക്കൂർ നിർബന്ധമായിട്ടും ലൈറ്റ് കൊടുക്കണം. പിന്നെ കാൽസ്യം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പിന്നെ അവർക്ക് കാൽസ്യം നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ മുട്ടത്തോട് പൊടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓസോമിൻ വാങ്ങിയിട്ട് അത് കൊടുക്കുക. എന്ത് കൊടുത്താലും വേണ്ട. അതേപോലെ പിന്നെ വിറ്റാമിൻ്റെത് നിങ്ങൾ എന്ത് ചെയ്യണം, മിനറൽസുകൾ വിറ്റാമിൻ്റെത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രോവിപ്ലെക്സ്, സിങ്കോവിറ്റ്, അതേപോലെ പിന്നെ ഈ ഇതിനുള്ളത് ടെഫ്രോളിന് പിന്നെ നെയ്യ് കെട്ടാതിരിക്കാനുള്ളത്, ഇതൊക്കെ നിങ്ങൾ പുറമേ നമ്മൾ അഡീഷണലായിട്ട് വേറെ അവർക്ക് കൊടുക്കും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു കോഴീനെ നല്ലപോലെ ശ്രദ്ധിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോഴിക്ക് മുട്ടോൽപാദനം നന്നായിട്ടുണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ വേഗം എന്തെങ്കിലും കുറച്ച് പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും കോഴി ശരിക്കും മുട്ടയിടില്ല. കാരണം ശരിക്ക് അതിൻ്റേതായ അളവിലും തൂക്കത്തിലും അവർക്ക് ഫുഡ് കിട്ടിയാൽ മാത്രമേ അവർ മുട്ടയിടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ശരിയാണ്, നമുക്ക് ഈ ലെയർ പെല്ലറ്റും ലെയർ മാഷൊന്നും നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. പിന്നെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 30% ലെയർ സമീകൃത ആഹാരം എന്ന് വെച്ചാൽ ഇത് തന്നെ. സമീകൃത ആഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലെയർ പെല്ലറ്റും ലെയർ മാഷൊക്കെ ഇല്ലേ, അതിൽ എല്ലാതും അടങ്ങിയിട്ടാണ്. പിന്നെ ആ പെല്ലറ്റും ആ മാഷൊക്കെ കൊഴുത്തിയിട്ട് അതിലെല്ലാം അടങ്ങിയിട്ടാണ് വരുന്നത്. അതൊരു 30% നിങ്ങൾ കോഴിക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൈത്തീറ്റകൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഉറപ്പ് വരുത്തുക. അതേപോലെ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റുകൾ കൊടുക്കുക. അതേപോലെ പിന്നെ നിങ്ങൾ വിറ്റാമിൻസുകൾ കൊടുക്കുക. അതേപോലെ മിനറൽസുകൾ കൊടുക്കുക. അതേപോലെ കുറച്ച് ഉപ്പ് നമ്മൾ ഈ തീറ്റയിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കോഴികളുടെ തീറ്റയിൽ ഉപ്പ് കലർത്തിയിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മുട്ടോൽപാദനം നന്നായിട്ടുണ്ടാവും. പിന്നെ പ്രോപ്പറായിട്ട് വിര ഇളക്കുക. അതേപോലെ പിണ്ണാക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, പിണ്ണാക്ക് നല്ല പ്രോട്ടീനാണല്ലോ, പിണ്ണാക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ കോഴികൾക്ക് അതിനൊക്കെ ഒരു അളവുണ്ട്. അതേപോലെ ആ അളവിൽ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം അവർക്ക് വെച്ച് കൊടുക്കുക. എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കുക. നിങ്ങൾ ആ വെള്ളത്തിൽ ഒന്നുമില്ലെങ്കിൽ ഗ്രോവിപ്ലെക്സ് അല്ലെങ്കിൽ സിങ്കോവിറ്റ് അല്ലെങ്കിൽ അതേപോലെ ഈ പിന്നെ ടെഫ്രോളിന്, അതേപോലെ ഈ നമ്മളുടെ ഈ മിനറൽസുകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ വിമറാൾ, അങ്ങനത്തെയൊക്കെ പിന്നെ ഒഴിച്ചിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന വിറ്റാമിൻസുകളൊക്കെ അങ്ങനെയും കിട്ടും. ഫുഡിൽ കൂടെ കിട്ടുന്നത് ഫുഡിൽ കൂടെയും കിട്ടും. കാൽസ്യം നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുകയും ചെയ്യും. കാരണം അപ്പോൾ തന്നെ ഒരു വിധം അവരുടെ ബോഡിക്ക് വേണ്ട എല്ലാതും നമ്മൾ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് അവർ ശരിക്കും മുട്ടടാൻ തുടങ്ങും. ഇനി ഇതൊക്കെ ശരിക്കും നല്ലപോലെ ചെയ്തിട്ട് നിങ്ങളെ കോഴി മുട്ടയിടുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് നോക്ക്.
നിങ്ങൾ പറയും പാക്കറ്റ് ഫീഡ് ഞങ്ങൾ വാങ്ങലില്ല എന്ന്. പാക്കറ്റ് ഫീഡ് 30% പാക്കറ്റ് ഫീഡ് വേണം. ഇല്ലെങ്കിൽ ഇപ്പോൾ കോഴികൾ ഒന്നരാടോ 2 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ മുട്ട ഇടുള്ളൂ. കാരണം അപ്പോഴത്തേനും അവർക്ക് ആ മുട്ട കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് മുട്ട ഇടാനായ കോഴികൾ നമുക്ക് ഒരു കണക്കുണ്ടാവുമല്ലോ.